Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. എളുപ്പത്തിൽ കുഞ്ഞുമക്കൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ലഡുവിൻ്റെത്. ക്യാരറ്റ് കഴിക്കാത്ത എല്ലാ കുട്ടികളും ഇത് കഴിക്കും, മക്കളായാലും മുതിർന്നവരായാലും. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കിലോ ക്യാരറ്റ് ആണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല കളറുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കളറ് ഉള്ളത് തന്നെ എടുക്കലായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതും കുറച്ചും എടുത്ത് നോക്കിയിട്ട് എടുക്കണം, നല്ലോണം കട്ടിയില്ലാത്തത്, എന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ ലഡു ആക്കുന്ന ടൈമിൽ ഇതിൻ്റെ സ്കിന്നൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഗ്രേറ്ററിൽ ആ വലിയ ഹോൾസ് ഉള്ളതിലല്ല വേണ്ടത്, നമ്മൾക്ക് അതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഹോൾസില്ലേ അതിൽ വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോന് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-2 ആയപ്പോൾ തന്നെ അവന് മതിയായി. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ചെയ്തു. അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊടുത്താൽ അവർക്കും മനസ്സിലാവും അതൊക്കെ എങ്ങനെ ചെയ്യുക, അത് അവർക്കും ഒരു എൻജോയ് ആയിട്ട് അവർ ചെയ്തോളും. അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഇതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു 250 ml കപ്പില്ലേ അതിലൊരു 6 കപ്പായിട്ട് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ഗീ ഇല്ലേ, 6 kg ഗീ ആണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. അത് ഒരു 2 ടേബിൾ സ്പൂണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാരറ്റില്ലേ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഹാഫ് കുക്കെങ്കിലും ആവണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അത് അങ്ങനെ തന്നെ ആറിയിട്ട് പോയിക്കോളും, ഇല്ലെങ്കിൽ വെള്ളം കൂടുതലായി പോവും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾക്ക് ഇതിനെ ഗീയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുള്ളത്. അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഞാൻ ഇതിലേക്ക് സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. ഇതിലേക്ക് 1/4 കപ്പ് ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഞാൻ 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഷുഗറൊക്കെ മെൽട്ടായി വരുന്ന ടൈമിൽ ഇങ്ങനെ ലൂസായ പോലെയൊക്കെ തോന്നും, അതൊന്നും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിക്കോളും. ഇതിലേക്ക് ഈ ടൈമിലാണ് ഞാൻ കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കുന്നുള്ളത്, സാഫ്രോണ്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നമ്മൾക്ക് അതിന് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഫുഡ് കളറൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ വീട്ടിൽ നമുക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സാഫ്രോൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലേവറും ആ നെയ്യിൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു പ്രത്യേക തരം രുചി തന്നെയാണ് നമ്മൾക്ക് ഇതിന് കിട്ടുന്നുള്ളത്. ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1/2 കപ്പ് പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡർ. ഇതും കൂടി ആകുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മളുടെ ഈ ക്യാരറ്റ് ലഡുവിന് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമ്മൾക്കൊന്ന് നല്ല പോലെ ഇതിലേക്ക് യോജിപ്പിച്ചിട്ട് എടുക്കണം, നല്ല പോലെ മിക്സാക്കി എടുക്കണം. അതിന് ശേഷം ഞാൻ കാഷ്യൂ നട്ടാണ്, അണ്ടിപ്പരിപ്പില്ലേ അതാണ് ഞാൻ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് മുന്തിരിയാണ് ഇഷ്ടം എന്നുള്ളവർ അങ്ങനെ മുന്തിരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്നൊരു ഭാഗമൊക്കെ ഉണ്ടാവുന്നില്ലേ, അതാവുമ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ വേറൊരു ബോളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, എളുപ്പത്തിൽ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ.
അങ്ങനെ അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബോളിലേക്ക് ഞാൻ ഇതിനെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് കൈ കൊണ്ട് തന്നെ കയ്യിൽ എണ്ണ ഒന്നും ആക്കാതെ തന്നെ നമ്മൾക്ക് എളുപ്പത്തിൽ ഇത് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ഡെസിക്കേറ്റഡ് കോക്കോനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, ഡെസിക്കേറ്റഡ് കോക്കോനട്ട് ഇല്ലെങ്കിൽ തേങ്ങ ഉണ്ടാവില്ല, നോർമലായിട്ട് ചെറിയ തേങ്ങ, അതിനെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്താൽ മതി. അതൊരു കാണാനും കടിക്കുമ്പോഴേക്കും ഒരു നല്ല വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതിൽ കോട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇതിങ്ങനെ കോട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ, ചെറിയ പൊടിച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ലഡു നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പാൽപ്പൊടി കയ്യിലില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ അതൊരു 1/4 കപ്പ് ചേർത്തെടുത്താലും മതി. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നുള്ളത്. പാലൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് ലൂസായിട്ട് പോവും. അതിന് വേണ്ടിയിട്ടാണ് ഈ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ലഡു കുഞ്ഞുമക്കൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ലഡുവാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.